ദി മോസ്റ്റ് ലക്കിയസ്റ്റ് മാൻ ഓൺ എർത്ത്. 2 ആറ്റം ബോംബുകൾ പൊട്ടിയപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ടും ജീവനോടെ രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് സുതോമു യമാഗുച്ചി. ജപ്പാനിലെ മിത്സുബിഷി കോർപ്പറേഷനിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു. 1945 ഓഗസ്റ്റ് 6 ജോലിയുടെ ഭാഗമായി അദ്ദേഹം ഹിരോഷിമയിലായിരുന്നു. അന്നേ ദിവസം അമേരിക്കൻ ലോകത്തിലെ ആദ്യ ആറ്റം ബോംബ് അവിടെ ഇടുന്നു. യമഗുച്ചി നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം അകലെ. ഒരു വലിയ ബ്ലാസ്റ്റ്, അതിതീവ്രമായ ചൂട്, കണ്ണ് വേദനിക്കുന്ന പോലെ പ്രകാശം. അദ്ദേഹത്തിന് ഗുരുതരമായി പൊള്ളലേറ്റു. കാതിന് കേൾവി നഷ്ടമായി, കാഴ്ച ഭാഗികമായി പോയി. പക്ഷെ അദ്ദേഹം അതിജീവിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, കൃത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് 9-ാം തീയതി, അദ്ദേഹം സ്വന്തം നാടായ നാഗസാക്കിയിലേക്ക് പരിക്കുകളോടെ മടങ്ങി. അദ്ദേഹം ജീവൻ നിലനിർത്തിയത് തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അദ്ദേഹം തന്റെ ബോസിനോട് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വീണ്ടും ഒരു പ്രകാശം, ഒരു ബ്ലാസ്റ്റ്, വീണ്ടും ഒരു ആറ്റം ബോംബ്. ഇത്തവണ നാഗസാക്കിയിൽ 2 ആറ്റം ബോംബ് അറ്റാക്സ് നേരിട്ട് അനുഭവിച്ച് അതിലും അത്ഭുതകരമായി 2ഉം സർവൈവ് ചെയ്ത ഒരേ ഒരു മനുഷ്യൻ. അതിനാലാണ് ജപ്പാൻ സർക്കാർ അദ്ദേഹത്തെ ഡബിൾ ഹിബാകുഷ എന്ന് അംഗീകരിച്ചത്. 2010-ൽ 93-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. പക്ഷേ അവസാനം വരെ ന്യൂക്ലിയർ എനർജിയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആൻഡ് ദ റിവർ ഫ്ലോഡ് ആസ് എ റാഫ്റ്റ് ഓഫ് കോപ്സസ് എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം സിനിമയാക്കാനുള്ള റൈറ്റ്സ് ജെയിംസ് കാമറോൺ സ്വന്തമാക്കിയിട്ടുമുണ്ട്. സോ താമസിയാതെ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു സിനിമയായി കാണാമെന്ന് പ്രതീക്ഷിക്കാം.